ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് മംഗളം ബേർഡ് ലൈഫ് സെഞ്ച്വറിയിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്താണ്. നമുക്ക് വീഡിയോയിലെ കണ്ടൻറ്റിലേക്ക് പോകാം. ഇതാണ് മംഗളം ബേർഡ് ലൈഫ് സെഞ്ച്വറി. പ്രവേശനത്തിൻ്റെ ഇടതുഭാഗത്താണ് ടിക്കറ്റ് കൗണ്ടർ. 10 രൂപയാണ് അഡൾട്ടുകൾക്ക്. കയറി വരുന്ന സ്ഥലത്ത് തന്നെ ബേർഡ്സ് ഓഫ് മംഗളം എന്ന ഒരു ബോർഡ് കാണുന്നുണ്ട്. അതിൽ ഏകദേശം ഇവിടെയുള്ള സാധനങ്ങൾ, ബേർഡ്സിൻ്റെ ഒക്കെ ചിത്രങ്ങളും മറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് പോകാം. ഇവിടെ ഒരു കുരങ്ങ് ഇരിക്കുന്നുണ്ട്. ഫോൺ തട്ടിപ്പറിക്കൊന്ന് പേടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇവിടെ കുറച്ച് ചെടികളുണ്ട്. അരയാൽ, പേരാൽ, അത്തി, നാൽപ്പാമരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെടികളാണ്, കാട്ടുചെടികളാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ സാധനം ഈസ്റ്റേൺ ഇമ്പീരിയൽ ഈഗർ എന്ന് പറഞ്ഞ ഒരു അപൂർവ ഇനം ഈഗിളുണ്ട്. കയറി വരുമ്പോൾ അവിടെ നല്ലൊരു ആൽമരമുണ്ട്. വളരെ വർഷങ്ങൾ പഴക്കമുള്ളൊരു ആൽമരമാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ബുദ്ധൻ്റെ പ്രതിമയുണ്ട്. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു, ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയില്ല, ഒരു ആനയുടെ രൂപമൊക്കെ ഫ്രണ്ടിൽ കാണാനുണ്ട്. പിന്നെ ആര്യവേപ്പിൻ്റെ ഒരു മരമുണ്ട്. പിന്നെ ഇതാണ് യൂക്കാലിപ്സിൻ്റെ മരം. ആരും അധികമൊന്നും കാണാൻ വഴിയില്ല. യൂക്കാലിപ്സ് നമ്മളവിടെ കുറവാണ്. യൂക്കാലിപ്സ്. പിന്നെ ഇവിടെ കുറച്ച് ചെടികളുണ്ട്. നക്ഷത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട പേരുകളാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ചോതി, രേവതി, ഉത്രാടി, ചിത്തിര, തിരുവാതിര, മകയിരം, ഉത്രട്ടാതി എല്ലാതുണ്ട്. ഇവിടെ ഇരിക്കാൻ സ്പേസൊക്കെ ഉണ്ട്. ഇരിക്കാൻ സ്പേസൊക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ ഇവിടെ ഒരു മരമുണ്ട്, നല്ല അത്യാവശ്യം. അപ്പുറത്തുള്ളത് ഹൈക്കോർട്ടാണ്. ഹൈക്കോർട്ടിൻ്റെ തൊട്ട് ഇപ്പുറത്താണ് ബേർഡ് ലൈഫ് സെഞ്ച്വറി. അത്യാവശ്യം സഞ്ചാരികളൊക്കെ വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടെ 10 രൂപയാണ് എൻട്രൻസിന് ഫീസ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ആകർഷണം എന്ന് പറഞ്ഞത് ഒരു ആനയുടെ രൂപമാണ്. ഇവിടെ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല, ഫസ്റ്റ് ടൈമാണ് വരുന്നത്. തിരിച്ച് ബുദ്ധൻ്റെ അടുത്ത് പോവാണ്. അവിടുന്ന് ഈ വഴിയൊന്നും നടക്കാം. ഇവിടെ ഒരു മുകളിലേക്കുള്ളൊരു വഴിയുണ്ട്. ഒരു മുകൾ ഭാഗത്തുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അതിപ്പോൾ അടച്ചിട്ടൊക്കെയാണ്. അതിൻ്റെ മുകളിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഉള്ളതാണ് ഏഷ്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ. ഒരു വ്യത്യസ്തപരമായിട്ടുള്ള ഒരു പക്ഷിയാണ്. ഭാഗ്യമുണ്ടായി കാണാം. ഇവിടെ ഇരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇത് ബുദ്ധൻ്റെ ബാക്ക് സൈഡിലുള്ളൊരു മരമാണ്.